ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സബ്ജിയാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഒരു സബ്ജി. അതിന് ആവശ്യമായിട്ടുള്ള വഴുതനങ്ങ മുറിച്ച് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി കഷ്ണിച്ച് അതും കഴുകി എടുത്തിട്ടുണ്ട്. മറ്റ് ചേരുവകൾ: ചുവന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത്, ടൊമാറ്റോ സോസ്, കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയത്. ഇനിയും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി നമുക്ക് ഈ സബ്ജി ഒന്ന് ഉണ്ടാക്കി എടുക്കാം. വിശദവിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം. കടുക് എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായി വഴറ്റി എടുക്കാം. ഇവിടെ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിടും. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചത്, മല്ലിപ്പൊടി, സ്വല്പം കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ഇളക്കി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ പൊട്ടറ്റോ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് വഴുതനങ്ങ കൂടെ ഇട്ട് ഒന്ന് വഴറ്റാം. ഇതും കൂടി ഒന്ന് വഴന്ന് വന്നിട്ട് ടൊമാറ്റോ സോസ് കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ അതും ചേർത്ത് ഇളക്കി ചെറിയ തീയിലൊരു 4 മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് എടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. വഴുതനങ്ങ പെട്ടെന്ന് വേവുന്നതാണ്. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് വെള്ളം ആവശ്യം പോലെ ഇറങ്ങുന്നതാണ്. ഇവിടെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും നന്നായി വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഈ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. ഇവിടെ പൊട്ടേറ്റോ വഴുതനങ്ങ സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇനിയും ഒരു നല്ല രുചി ഉണ്ടാകാനായിട്ട് എൻ്റെ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയും തീ ഓഫ് ചെയ്ത് ഇത് അടച്ചു വയ്ക്കാം. ഇവിടെ റെഡിയായ സബ്ജി ഇനിയും ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് സബ്ജി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ രുചികരവുമാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്യുത്തമം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.